അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകും, ഞാനും മോനുമായിട്ട് കേട്ടോ. അപ്പോൾ ഇവനെ നിർത്തിയിട്ടാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത്. എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. അപ്പോൾ മോനെയും നിർത്തിയിട്ട് ഞങ്ങളത് പുറത്ത് പോകാൻ പോകണമാണ് കേട്ടോ, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. എന്താണ് അവസ്ഥ എന്നറിയൂടെ, ചേച്ചിയുടെ അടുത്ത് ഇരുത്തണം, അവന് മനസ്സിലായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചേട്ടനും കൂടെ കടയിൽ പോകുന്നു കേട്ടാ, പെട്ടെന്ന് വരും. ചേച്ചിയുടെ കൂടെ ഇരിക്കണം. ഫുഡൊക്കെ കഴിച്ചു കേട്ടാ. ചേച്ചിയുടെ കൂടെ ഈ AC റൂമിൽ ഇരിക്കുമ്പോൾ മമ്മി 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ചേട്ടനും മമ്മിയും വരും കേട്ടാ. നല്ല കുട്ടിയായിട്ടിരിക്കണം, ദുഷ്ടമയൊന്നും ചെയ്യരുത്, കുസൃതിയൊന്നും ചെയ്യരുത് കേട്ടാ. ബോളൊക്കെ കളിച്ചിരുന്ന ബോൾ തരാം മമ്മി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും മോനും കൂടെ ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് കേട്ടോ, ഒരു മലയാളി കടയിൽ പോകുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇവന് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ടോ, ഇവനെയും കൊണ്ട് പോയാൽ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മോനെ ഇവിടെ ഇരുത്തിയിട്ട് പോകുന്നതാണ്. വണ്ടിയിലാണ്, ഞങ്ങളുടെ വണ്ടിയിലാണ്, പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ മോൻ ഇന്ന് അവധിയെടുത്തു. ആ മലയാളി കടയിൽ ഉള്ളിയൊക്കെ ഉണ്ട്, അയാൾ ഇന്നലെ തൊട്ട് വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കടകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരിക്കൽ ഞാൻ വീഡിയോയിലിട്ടാണ്. നല്ല അനുസരണയോടെ ഇരിക്കണം കേട്ടോ, പറഞ്ഞു കേട്ടോ. നല്ല അനുസരണയോടെ ഇരിക്കണം. ചേച്ചിയുടെ അടുത്ത് ബഹളമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്, കുസൃതി കാണിക്കരുത്. മമ്മി പെട്ടെന്ന് വരും കേട്ടോ. മോനെ ഫുഡൊക്കെ മേടിച്ചു, മമ്മി ബോളൊക്കെ മേടിച്ചുകൊണ്ട് വരും, ബോളൊക്കെ കേട്ടാ. ശരി, ബാ കയറിക്കോ, AC കിടന്നോ, ഭയങ്കര ചൂട്. കുസൃതി കാണിക്കല്ലേ, നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ മമ്മിയുടെ മോൻ. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്ന് കളിച്ചോട്ടെ. എന്നാ ഇഷ്ടം പോലെ ബോളൊക്കെ ഉണ്ട്, ബോളും കയറായിട്ടൊക്കെ കളിച്ചിരുന്നോ. പൊക്കോ, എന്നാ പോയി കളിച്ചിരുന്നോ, കയറ്. കളിച്ചവിടെ ഇരുന്നോട്ടെ, നല്ല കുട്ടിയായിട്ട്. വഴക്കൂടല്ലേ, കുസൃതിയൊന്നും ചെയ്യല്ലേ ഇട്ടാ. അവിടെ ബോളൊക്കെ കളിച്ച് ചേച്ചിയുടെ അടുത്തിരുന്നോ. ഓടി വരുന്നു മമ്മി, ഓടി വരാട്ടാ. ടാറ്റാ മാമു, കൊച്ചിനെ നോക്കണേ. കിടന്നോട്ടെ മോനെ, ഒരു ഉറക്കം കഴിയുമ്പോഴത്തേക്ക് മമ്മി ഓടി എത്തോട്ടെ. ടാറ്റാ. ബോളൊക്കെ മേടിച്ചോണ്ട് വരാം മാമ, ബോളൊക്കെ മേടിച്ചോണ്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, അവൻ്റെ ചീട്ട് കൊടുത്തു കേട്ടോ ഡോക്ടറിൻ്റെ. അവൻ്റെ മരുന്ന് തീർന്നു, ഇന്ന് രാവിലത്തേക്കാണ് കൊടുത്തപ്പോൾ ആ ചീട്ടിൽ മരുന്നും കൂടെ വരുന്ന വഴിക്ക് ഏതെങ്കിലും പെട്ടി കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ ചീട്ട് കൊടുത്തു. അവന് മരുന്ന് കൊടുക്കണമല്ലോ. ഇപ്പോൾ ഇറങ്ങുന്ന അവനെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയത്. ഒരു 12 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വരും കേട്ടോ. ഭയങ്കര വിഷമത്തിലാണ്, ചേച്ചി ഉള്ളതുകൊണ്ട് അവൻ ഇരിക്കുന്നത്. അപ്പോൾ ശരി, വണ്ടി കയറിയിട്ട് വിളിക്കാം. ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ മോനുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ മോനിരിക്കുന്ന. ബൈക്കെടുത്ത് അകത്തേക്ക് വെക്കുന്നില്ലേ, വലിയ വണ്ടി വല്ലതും വന്നാലോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ റൂട്ടിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ. അതായത് എൻ്റെ മോനാണ്, മോനൊന്ന് അവധിയെടുത്ത് വന്നതാണ് കേട്ടോ. എന്താ ഫ്രണ്ട്സ് പറയാനുള്ളത്, നോക്കുന്നു വണ്ടി വരെ. ഇന്നലെ ആ കടയിലെ ആ ചേട്ടൻ്റെ അടുത്ത് വല്ലപ്പോഴാണ് ഉള്ളിയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇവിടെയൊക്കെ 100 ഗ്രാം 80 രൂപയൊക്കെയാണ്. അവിടെയും ഒരു കിലോ എന്നൊക്കെ പറയുന്നത് 200-250 തന്നെയാണ് മലയാളി കടയിൽ. എന്നിരുന്നാലും അവിടെ പോയാൽ നമ്മുടെ പച്ചക്കായും അല്ല വർഷത്തിലൊരിക്കൊക്കെ കപ്പ കിട്ടും. ഞങ്ങൾ ഇത്ര ദൂരെയാണ്ട് വല്ലപ്പോഴാണ് പോകുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂട്ട്, വേണ്ടോ, ഇതാണ് ഞങ്ങളുടെ റൂട്ട്. നേരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 2-3 മിനിറ്റ് ആകുമ്പം തന്നെ മെയിൻ റോഡായി. പിന്നെ മോനെ ബലാത്കാരമായിട്ട് ഞാൻ അവധി എടുപ്പിച്ച. അപ്പം ഈ ചൊവ്വാഴ്ചയാണ് അവിടെ വരുന്നത് കേട്ടോ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ കിട്ടുള്ളൂ കേട്ടോ. അവിടെ ട്രെയിനൊക്കെ, ഗുഡ്സ് ട്രെയിനിലൊക്കെ അല്ലേ അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ നാട്ടിൽ 40-50 രൂപയ്ക്കും കിട്ടുന്ന ഉള്ളിലേക്ക് ഇവിടെ 250 രൂപയൊക്കെ ആവും. കാരണം എന്തെന്ന് വെച്ചാൽ അവിടുന്ന് അവർ ഇത്രയും ദൂരം കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ചെന്ന് മേടിച്ചില്ലെങ്കിൽ അടുത്തുള്ള എല്ലാ മലയാളീസും, അവിടെ കുറേ തമിഴ് പാർട്ടീസൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ മേടിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് പോകാമെന്ന് ചോദിച്ചല്ലേ, വെറുതെ വണ്ടിയും കൊണ്ട് പോയിട്ട് ഇത്രയും ദൂരെ ചെന്നിട്ട് സാധനം കിട്ടിയില്ലെങ്കിൽ. ഇപ്പം ഞങ്ങളുടെ മെയിൻ റോഡ് എത്താറായി. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഈ റോഡ് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ ബിഗ് ബജാറും ഈ വലിയ ബിൽഡിങ് കണ്ടില്ലേ, കാണിച്ചു തരാം കേട്ടോ. ബിഗ് ബജാറും ഒക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ റൂട്ടിൽ.
കണ്ടോ, ഇതാണ് ബിഗ് ബജാർ ഒക്കെ. ഈ വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. KFC, ബിഗ് ബജാർ, സിനിമ തിയേറ്റർ, മാർട്ട് ബസാർ എല്ലാം ഇവിടെയാണ്. അപ്പോൾ ഇവരുടെ വണ്ടിയൊക്കെ ഞങ്ങളുടെ ആ റൂട്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പം നല്ല നല്ല സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ കാണിക്കാം ഫ്രണ്ട്സ്. ഇതൊക്കെ തന്നെയാണ് കൽക്കട്ട നഗരത്തിൻ്റെ ഒരു ഭാഗം. ഞങ്ങൾ താമസിക്കുന്നത് ബംഗാളാണ് അല്ലേ, കൽക്കട്ട തന്നെയാണ് ഇവിടുന്ന്. കൽക്കട്ട എന്ന് പറയുന്നത് അരമണിക്കൂർ ദൂരമാണ് കേട്ടോ സൗത്ത് സൈഡ്. പക്ഷെ ഞങ്ങൾ നോർത്ത് ബംഗാളിലാണ് കേട്ടോ. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നോർത്ത് 24 ഫെർഗാനയിലാണ് താമസിക്കുന്നത് കേട്ടോ, കൽക്കട്ടയിൽ തന്നെ, എക്സ്റ്റൻഡ് കൽക്കട്ട. ഇതൊക്കെ തന്നെയാണ് കൽക്കട്ട നഗരം. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇടക്കിടക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ കമൻറ്റും മെസ്സേജൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് പിന്നെയും നല്ല നല്ല വീഡിയോസ് എടുക്കാൻ തോന്നുന്നത്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ, ഷെയർ ചെയ്യണം കേട്ടോ, എന്നാലേ എല്ലാവരുടെ കയ്യിൽ എത്തട്ടെ വീഡിയോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ മലയാളിക്കടയിൽ വന്നു കേട്ടോ. ഇതാണ് മലയാളിക്കട. 1 മണിക്കൂർ ഇരുന്ന് കേട്ടോ. 10 മണിക്ക് ഇറങ്ങിയിട്ട് 11:30 എത്തിയത്. അപ്പോൾ അത് ഈ കപ്പ വന്നിട്ടുണ്ട്, പഴം വന്നിട്ടുണ്ട്, നമ്മുടെ ഉള്ളി വന്നിട്ടുണ്ട്. ഇന്നലെ ഫോൺ വിളിച്ച് ചേട്ടൻ പറഞ്ഞു കേട്ടോ, കപ്പ വന്നു, പഴം വന്നു എന്നൊക്കെ. ഈ ഉള്ളിയൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മലയാളി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചൊവ്വാഴ്ച കഴിഞ്ഞ് വന്നതായിട്ടോ, ചൊവ്വാഴ്ചയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ വേണ്ട എല്ലാം കിട്ടണ്ട. നമ്മുടെ മലയാളി ബുക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ മലയാളി ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. വനിത, മലയാളവും തമിഴും വേണ്ട, ആരോഗ്യം മാസിക ഒക്കെ, പഞ്ചാംഗം. ഇതാണ് മലയാളി കടയൊക്കെ നമ്മുടെ. ഇത് ഇത്രയും ദൂരെ ഇരുന്നാൽ ഞങ്ങളുടെ വണ്ടി ഇതേ അവിടെ കിടപ്പുണ്ട്, ഇതേ കിടക്കുന്നുണ്ട്. കാണിച്ചു തരാട്ടോ, സെഞ്ചുറി അത് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ. ഇത്രയും 1.5 മണിക്കൂർ വരുമ്പോഴാണ് നമുക്ക് ഉള്ളിയും പഴവും കായും കപ്പയൊക്കെ വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പഴം എടുത്തു, കപ്പ എടുത്തു, പിന്നെ കുറേ ചിപ്സ്, അത് ഇത് മിക്സ്ചർ, ഇത് വെളിച്ചെണ്ണ 2 പാക്കറ്റ്. ഇനി എപ്പോഴും ഒരു 2 മാസം കഴിഞ്ഞാൽ വരുള്ളൂ. സാമ്പാറും വിളക്കെണ്ണ അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. ഇനിയുണ്ട് അരി എടുക്കണം, കുത്തരി ഒരു 5 കിലോ. വില കഞ്ഞിയിൽ വെച്ച് കുടിക്കാനേ. കുത്തരി ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ദസറയും പൂജയൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ക്ലബ്ബുകളിലും റോഡുകളിലും ഇതിലും വലിയ നമ്മുടെ ശ്രീഭൂമി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ വലിയ ഇത് ചെറിയ പണ്ടലാണ്. വലിയ പണ്ടൽ വന്ന് ദുർഗാദേവിയുടെ ഐഡൽ ചെയ്ത് നവരാത്രി ദിനം വരെ പൂജിച്ചതിന് ശേഷം അവർ ഗംഗയിലേക്ക് ഒഴിക്കും കേട്ടോ. ഇവിടെ റോഡിലൊക്കെ ഭയങ്കര ഫുൾ ജാമാണ് കേട്ടോ. ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങിയിട്ട് 11:30-12 മണിക്കാണ് എത്തിയത്. കാരണം ഫുൾ ജാം. ഇതുപോലെ പണ്ടൽസൊക്കെ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് റോഡിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ, ഇത് ആ കടയുടെ അടുത്തുള്ള പട്ടലാണ് കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ പൂജാ സമയമാകുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഓരോടത്ത് പോയി ദേവിമായുടെ ഐഡലൊക്കെ കാണിച്ചു തരാം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അതെ, അരിയും 2 ചാക്ക് കുത്തരി മേടിച്ചു, കഞ്ഞി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് തണുപ്പല്ലേ. താങ്ക് യു ഭായി, ആറാകെ മാസമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബാക്കിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് തിരിച്ച് പോകാൻ പോകുന്നു കേട്ടോ. 801307091. ആ കടയിൽ നിന്ന് ഞങ്ങൾക്ക് സ്പ്രൈറ്റ് കിട്ടി കേട്ടോ, കുടിക്കാൻ തന്നു. ചേട്ടൻ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഞങ്ങൾ വർഷങ്ങളായി ഇതുപോലെ ഇടക്കിടക്ക് വരും, ഫോൺ വിളിച്ച് പറയും ഉള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് മേടിക്കും. അപ്പോൾ ഇവിടെ ഒരു പണ്ടലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തി ഗൈസ്. അവൻ ദേ ഇടന്നിട്ട് കാണിക്കണ കണ്ടോ എന്തൊക്കെയെന്ന്. ദേ കണ്ടോ, ഇരുന്ന തല്ലി പിടിച്ച ഇവിടെ വാ. ഇത്
വരുന്നു അതേ വണ്ടി ചേട്ടാ ഗാരേജിലാക്കിയിട്ട് വരട്ടെ. വണ്ടി ഗാരേജ് വാ അകത്ത് വാ. അതേ മോൻ്റെ മരുന്നൊക്കെ മെഡിസിനൊക്കെ മേടിച്ച് മമ്മി വാ. ഞങ്ങളിപ്പോഴും എത്തിയത് ഫ്രണ്ട്സ്. അപ്പോൾ അതേ അവൻ വന്നതായിട്ട്. അപ്പോൾ വണ്ടി ഇതേ അവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. വണ്ടി അവിടെ ഉണ്ട്. ഇനി അത് ഗ്യാരേജിലേക്ക് ആക്കാൻ മോനിപ്പോൾ പോവും. അപ്പോൾ ഫ്രണ്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങി 1 മണി 1:30 മണിയായി കേട്ടോ. അപ്പം മോൻ്റെ കോലാഹലം. മോൻ പുറത്തേക്ക് വന്ന് എന്തൊക്കെ കാണിക്കണം എന്നറിയാം. സാധനങ്ങൾ മുകളിൽ കയറ്റി വെച്ചു. മോൻ നീ മഴക്കൂടിയാ? ചേച്ചിയുടെ അടുത്ത് മഴക്കൂടിയാ? നല്ല കുട്ടിയായിട്ട് ഇരുന്നാ? നീ സാധനങ്ങൾ മേടിക്കാൻ പോയതല്ലേ? കണ്ടോ? ദേ സാധനങ്ങൾ, ദേ സാധനങ്ങൾ. അമ്മീ സാധനങ്ങൾ മേടിക്കാൻ പോയതല്ലേ? നല്ല കുട്ടിയായിട്ട് ഇരുന്നാ പൊന്ന്? നല്ല കുട്ടിയായിട്ട് ഇരുന്നാ? അതാ ചേച്ചി ശല്യപ്പെടുത്തിയാ? ഫ്രണ്ട്സ് ഞങ്ങൾ എത്ര 10 മണിക്ക് ഇറങ്ങിയിട്ട് 1:30 എത്തിയത് കേട്ടോ. ഈ മോൻ ഇവിടെ വന്ന് ഇങ്ങനെ അതിൻ്റെ കട്ടിലിൻ്റെ അകത്തേക്ക് കയറാനാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അവൻ ഈ നിപ്പൊരു സ്റ്റൈലാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബിസ്ക്കറ്റ് വേണ്ടേ? കഴിക്കണ്ടേ ബിസ്ക്കറ്റ്? തൈരും പഴവും ചോറാ തന്നിട്ട് പോയത് മമ്മി. ബിസ്ക്കറ്റ് കഴിക്കണ്ടേ? ഇപ്പം കണ്ടല്ലോ ഫ്രണ്ട്സ്, എൻ്റെ മോൻ്റെ നിപ്പൊക്കെ കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കും. നല്ല മോനാണ് കേട്ടോ മമ്മിയുടെ. നല്ല മോനാണ്. ഒരു ഉമ്മ. ബിസ്ക്കറ്റ് തരട്ടെ പൊന്നോ? തരട്ടെ. അപ്പോൾ ഇനി അവന് ബിസ്ക്കറ്റ് കൊടുക്കണം കേട്ടോ. ഇന്ന് ഒരു പഴക്കാണ് കേട്ടോ. എന്നോട് അധികം ഇതായിട്ട് വരുന്നില്ല. ചേട്ടൻ പുറത്തേക്ക് പോയി ബൈക്കും കൊണ്ട്. വണ്ടി ഗാരേജിൽ ഒതുക്കിയിട്ട് അവൻ അവധിയാണെങ്കിൽ അവനെന്തോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിരിക്കണം കേട്ടോ. ചേട്ടനോട് മിണ്ടി എന്നോട് വന്നിട്ട് വന്നപ്പോൾ ഞാൻ അവനെ ആക്കിയിട്ട് പോയില്ലേ. ചേച്ചി ഉള്ളതുകൊണ്ട് ആക്കിയിട്ട് പോയത് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വേണം. ഇവനെ ആരെങ്കിലും ഇവിടെ വേണം. ഇല്ലാതെ ഇവനെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. അല്ല പൊന്നോ? അപ്പം എന്നോടൊരു പിണക്കത്തിൽ നിൽക്കുന്നതായി കാണുന്നത് കേട്ടോ. ഒരു പിണക്കമാണ് എന്നോടൊരു വല്ലാണ്ട്. ഞാൻ ഇട്ടിട്ട് പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ പൊന്നിന് മെഡിസിൻ മേടിക്കണം, എല്ലാം മേടിക്കണം. നമുക്ക് വിളക്കെണ്ണയൊക്കെ തീർന്നു പോയി. വിളക്കൊക്കെ കത്തിക്കണ്ടേ? അപ്പോൾ വിളക്കുണ്ട്. തമ്പായി തൊഴണ്ടേ? പ്രണാം ചെയ്യണ്ടേ? അപ്പോൾ എണ്ണ വേണ്ടേ? എണ്ണ ഒഴിച്ചല്ലേ നമ്മുടെ തിരിയൊക്കെ കത്തിക്കണത്. അപ്പം അതിനാണ് പോയത് കേട്ടോ. ഫ്രണ്ട്സ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മലയാളി കടകൾ ഈ കുറച്ച് ദൂരെയൊക്കെ ഉണ്ട്. അരമണിക്കൂർ. ഇപ്പം എല്ലാം പൂട്ടി കേട്ടോ. പൂട്ടിയിട്ട് ഇപ്പം ആ ഒരു കടയാണ് ഉള്ളത് കേട്ടോ. ആ കട എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ തിരക്കില്ലെങ്കിൽ ഒരു 40 മിനിറ്റ്. ഇപ്പോൾ ഈ പൂജാ പണ്ടൽ വന്നുകൊണ്ട് റോഡുകളിലൊക്കെ പണ്ടൽ ഞാൻ കാണിച്ചു തന്നില്ലേ. പണ്ടലൊക്കെ ഉണ്ടാക്കുന്നു. ക്ലബ്ബുകളിൽ റോഡുകളിൽ ഒക്കെ ഇങ്ങനെ പണ്ടൽസ് ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ജാമാണ്. അപ്പോൾ ഞങ്ങൾ എന്തോരം ജാമെന്നറിയാമോ? ഇനിയിപ്പോൾ ഈ പൂജ കഴിയുന്നവരെയും നമ്മുടെ ആ ഒരു ജാമ് നിലനിൽക്കും കേട്ടോ. കയറി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇല്ലെങ്കിൽ നമ്മൾ 10 മണിക്ക് ഇവിടെ ഇറങ്ങിയാൽ 11 മണിക്ക് അവിടെ എത്തും. അവിടെ നിന്ന് സാധനം മേടിച്ച് 12:30 വരാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പൂജ തുടങ്ങിയ പിന്നെ ഈ പണ്ടൽസൊക്കെ കെട്ടാൻ തുടങ്ങി. റോഡുകളിലും ക്ലബ്ബുകളിൽ കെട്ടുമ്പോൾ നമുക്കല്ല, റോഡുകളിൽ കെട്ടുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ ബസ്സൊക്കെ അവർ വേറെ വഴിക്കൊക്കെ തിരിച്ചു വിടും കേട്ടോ. അപ്പം അങ്ങനെ കെട്ടുമ്പോൾ നമ്മുടെ ഈ നവരാത്രി സമയത്താണല്ലോ, ഇവിടെ കന്നിമാസത്തിലാണല്ലോ ഇവരുടെ ഫെസ്റ്റിവൽ വരുന്നത്. നമ്മുടെ ഓണം പോലെയാണ് ഇവരുടെ ഫെസ്റ്റിവൽ. ഇപ്പോൾ ഈ പൂജ, ദുർഗാപൂജ, അപ്പോൾ അവരുടെ ബിഗ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദശമിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി റോഡൊക്കെ ക്ലീൻ ആവുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് ദീപാവലി വരുന്നു. ദീപാവലിക്ക് ഇവിടെ കാളി പൂജ എന്നാണ് പറയുന്നത് കേട്ടോ. ദീപാവലി എന്ന് പറയാറില്ല, മാർവാഡീസൊക്കെ പറയുന്നത്. ഇവിടെ ബംഗാളിൽ പറയുന്നത്, നമ്മുടെ കൽക്കട്ടയിൽ പറയുന്നത് കാളി പൂജ എന്നാണ്. അപ്പോൾ ഈ 3 ദിവസം ഇവിടെ ദീപാവലി ഭയങ്കര ധൂംധാമായിട്ട്. അന്നേരവും ഇതുപോലെ പണ്ടൽസൊക്കെ കെട്ടി. ഇപ്പോൾ ഈ പൂജ ദുർഗാ മാതാവിനെയാണ് ഐഡലിനെ വെച്ചിട്ട് ഇവർ ഈ ദശമി വരെ നല്ലവണ്ണം പൂജിച്ച് ഹോളി പോലെയൊക്കെ കളറൊക്കെ തേച്ച് അവസാനം ദശമിയുടെ സമയത്ത് വിസർജനം ചെയ്യും ഗംഗാ നദിയിലേക്ക്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഹുഗ്ലി നദിയിലേക്ക് വിസർജനം ചെയ്യും.
അതുപോലെ തന്നെ കാളി പൂജയൊക്കെ എന്ന് പറഞ്ഞാൽ കാളിയമ്മയുടെ ഐഡൽ വച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. എപ്പോഴും ദീപാവലിയുടെ സമയം കറുത്തവാവുമായിരിക്കുമല്ലോ അന്നാണ് ഞങ്ങളുടെ മഹാലക്ഷ്മി പൂജയും പിന്നെ ഗണേശ് മഹാലക്ഷ്മി കുബേർ പൂജ ഞങ്ങൾ അന്ന് ധൂംധാമായിട്ട് വീട്ടിൽ ചെയ്യുന്ന പൂജ അതാണ്. അപ്പോൾ ആ ദീപാവലിയുടെ അന്ന് എല്ലാ വർഷവും പിറ്റേ ദിവസം തൊട്ടേ ഞാനും മോളും ഉപവാസമായിരിക്കും. അന്ന് നല്ല പണിയുമായിരിക്കും. പൂജയുടെ പണികൾ, കോലം വരക്കൽ, വീട് ശുദ്ധീകരിക്കൽ, ദൈവത്തിനെ കുളിപ്പിക്കൽ, പഞ്ചാമൃതം വെച്ച് ഭയങ്കര പണിയായിരിക്കും. അത് കഴിഞ്ഞ് അതിനൊരു തിഥിയുണ്ട്. തിഥി എന്ന് പറയുമ്പോൾ അതിനൊരു സമയമുണ്ട്. അത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ 6 മണി തൊട്ട് 7 മണി വരെയാണോ പൂജ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ 5 മണി തൊട്ട് 6:30 മണി വരെ, അത് ആ സമയത്തൊരു തിഥിയാണ്. സമയത്തിൻ്റെ അകത്ത് നമ്മൾ പൂജ കഴിഞ്ഞതിന് ശേഷം തീർത്ഥം കഴിച്ച് ആ ഉപവാസം ഉപവാസം തീർത്തതിന് ശേഷം അന്നൊന്നും ഞങ്ങൾ വെളുത്തുള്ളിയോ പിന്നെ എന്താ പറയുന്നത് സവാളയൊന്നും വെച്ചുള്ള കറികളൊന്നും കഴിക്കൂല കേട്ടോ. ഇവിടെ അത് അവോയ്ഡ് ചെയ്തിട്ട് പനീർ കറിയോ അള്ളുദമോ രുചിയോ അങ്ങനത്തെ ഈ പ്യാജും അതായത് വെളുത്തുള്ളിയൊന്നും ഇല്ലാത്ത കറി നോക്കി കഴിച്ച് എല്ലാവർക്കും കുറേ പേർക്ക് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇത് ചെയ്യണമെന്നില്ല പൂജ. അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും പൂജയും കഴിഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് തോരണം കെട്ടുന്നു, ഇത് കെട്ടുന്നു. അന്ന് നല്ല പണിയുമായിരിക്കും. ചെളികൾ എടുക്കുന്നു, ചാണകം എടുക്കുന്നു, മാർക്കറ്റിൽ പിറ്റേ ദിവസം പോകുന്നു, വാഴകൾ മേടിക്കുന്നു, വാഴകൾ വെക്കുന്നു. അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് പൂജ 1 മണിക്കൂർ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപവാസം കഴിഞ്ഞിട്ട് വേണം മോളും നമ്മുടെ ഭർത്താവും എല്ലാവരും ദീപാവലിയുടെ വിളക്കുകൾ കത്തിക്കാൻ പോകും. അതിന് ശേഷം ഞാൻ ഭക്ഷണം ഉണ്ടാക്കും. ചിലപ്പോൾ മോളും കൂടെ നിന്ന് തരും. കാരണം ഞാൻ ഒരുപാട് പണി അന്ന് ഉണ്ടാവേ, തളർന്ന് വെള്ളം പോലും നമ്മുടെ ഉമ്മുനീര് പോലും കഴിക്കാതെ ഇരിക്കുന്ന സമയമല്ലേ. അപ്പോൾ പക്ഷെ നമുക്ക് ആ ഒരു ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ പണിയെടുത്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂജയുടെ സമയം നമുക്ക് അങ്ങനെ അറിയാനേ പറ്റില്ല. നമുക്ക് നല്ല ഹെൽത്തായിരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു നമ്മൾ ഉപവാസം ഇരുന്നു ഇത്രയധികം മുഖത്തിലെ വെള്ളം പോലും ഉമിനീര് പോലും ഇറക്കുന്നില്ല നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രസാദങ്ങൾ ഇത് ഉണ്ടാക്കുന്ന നമ്മളുണ്ടാക്കുന്ന ലുച്ചി എന്ന് പറഞ്ഞാൽ പൂരിയും അളുദം അങ്ങനെ ഉള്ള കറിയൊക്കെ ഉണ്ടാക്കി അതൊരു പാത്രത്തിൽ, പൂജാപ്രസാദങ്ങൾ ഒരു പാത്രത്തിലാക്കി എല്ലാവരുടെ വീട്ടിൽ കൊടുക്കും. അപ്പോൾ അതിനൊക്കെ മോനും മോളും ഒക്കെ പോവും. അത് കഴിഞ്ഞ് ദീപാവലിയുടെ വിളക്ക് കത്തിക്കും പുറത്തൊക്കെ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്ന് നല്ല പണിയുമാണ്. നമ്മൾ ഭക്ഷണിയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല. നമ്മൾ രാത്രി പ്രസാദവും ഈ മിഷ്ടിയും ഡ്രൈ ഫ്രൂട്ട്സും ഇതൊക്കെ ഭഗവാന്റെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് വീർക്കും. നമ്മൾ പിറ്റേ ദിവസം രാത്രി തൊട്ട് ഈ ഉപവാസം ഇരിക്കുന്നതല്ലേ. അങ്ങനെയൊക്കെയാണ്. അന്നാണ് നമ്മുടെ അവിടുത്തെ ദീപാവലിയുടെ അന്ന് പൂജ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ പണ്ടത്തെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ആ ലക്ഷ്മി പൂജയുടെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുന്നോട്ടുള്ള ഒരു 8 മാസം 9 മാസം 10 മാസത്തിന് കഴിഞ്ഞ കൊല്ലത്തെ പൂജയൊക്കെ ഞാൻ ലക്ഷ്മി പൂജ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പഴയ വീഡിയോ ലോങ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് ഇവരുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കന്നിമാസത്തിൽ 1 മാസം സ്കൂൾ അവധിയായിരിക്കും. കാരണം ദുർഗാപൂജ ഇവരുടെ ബിഗ് ഫെസ്റ്റിവൽ. ദുർഗാപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കാളിപൂജ, അതായത് ദീപാവലി, അത് 3 ദിവസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബംഗാൾ ആ ഒരു നിയമത്തിൽ ഒരു രീതിയിൽ ഇവർ ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. മഹാലക്ഷ്മി പൂജയല്ല, ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. ലക്ഷ്മി പൂജ എന്നാണ് പറയുന്നതിന്. ആ ലക്ഷ്മി പൂജ എന്ന് വെച്ചാൽ അത് വാഴ കൊണ്ടുവന്നിട്ട് വാഴയിൽ സാരിയൊക്കെ ഉടുപ്പിച്ച് അതാണ് അവർ ലക്ഷ്മി എന്ന് കണക്കാക്കി അങ്ങനെ ഒരു പൂജ ചെയ്യും. അതാണ് ഇവരുടെ നിയമം. ആ ലക്ഷ്മി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് തന്നെ വേറെ എന്ത് പൂജ വരുന്നു. അത് ലക്ഷ്മി പൂജയും ഒക്കെ കഴിയുമ്പോൾ ഈ കാളിപൂജ വരുന്നു. ലക്ഷ്മി പൂജ കഴിഞ്ഞിട്ടാണ് കാളിപൂജ വരുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ കാളിപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് കാളിപൂജയുടെ അന്ന് തന്നെ, അതായത് ഈ ദീപാവലിയുടെ അന്ന് തന്നെ മഹാലക്ഷ്മി കുബേർ പൂജ, ഗണേശ് മഹാലക്ഷ്മി കുബേർ പൂജ നമ്മളത് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ നമ്മൾ വിളക്കിൽ നമ്മളെല്ലാ തിരി കത്തിച്ചെന്നാലും ദൈവത്തിന് വേണ്ടിയുള്ള ഒരു തിരിയുണ്ട്. അത് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് നമ്മൾ ദീപാവലിയുടെ അന്ന് കത്തിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും വരെ അത് അണയാതെ ഇരിക്കണം എന്നൊരു നിയമമുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ഉറങ്ങേയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ചട്ടിയിലുള്ള ഇതിനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയും ആ തിരി തന്നെ കത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യണം. ഭയങ്കര ആചാരങ്ങളാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്.
അത് ചെയ്യും. അപ്പം ദീപാവലിയുടെ അന്നൊക്കെ ഭയങ്കര നല്ല തിരക്കായിരിക്കും. അത് തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ ഫെസ്റ്റിവലും. അപ്പോൾ ഈ മാസം മൊത്തം ഈ ബംഗാളീസിൻ്റെ പൂജയുടെ ഒരു കളിയാണ്. അതാകുമ്പോൾ ഒരു മാസം ഈ പിള്ളേർക്ക് ചുട്ടിയാണ് കേട്ടോ. കന്നിമാസത്തിലാണ് ഇവരുടെ അതായത് നമ്മുടെ ചിങ്ങമാസം കഴിഞ്ഞ് ഓണം കഴിയുമ്പോഴാണ് ഇവരുടെ കന്നിമാസത്തിൽ ഇവരുടെ ഫെസ്റ്റിവൽ വരുന്നത്. മോനിങ്ങനെ കിടക്കുന്നു. എന്നോട് ഇച്ചിരി വഴക്കിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട് ഞാൻ ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചി പറഞ്ഞ് ഭയങ്കര ശല്യപ്പെടുത്തി. എപ്പോഴും കരയുന്നു. അവന് വന്നിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന കോലായിൽ അതായത് നമ്മുടെ സിറ്റ് ഔട്ട് ഇരിക്കണം, ഞാൻ വരണുണ്ടോ എന്ന് നോക്കി. നമ്മൾ പെട്ടെന്ന് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ എത്താമെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷേ ഈ പണ്ടൽസ് കാരണം ജാം കേട്ടോ, ഭയങ്കര ജാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു വീഡിയോ എടുക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എല്ലാവരും നമ്മൾ യൂട്യൂബേഴ്സൊക്കെ എടുക്കുന്നത് വെറുതെ നമ്മൾ ഇവിടെ വന്ന് നിന്ന് വർത്തമാനം പറയണോ അങ്ങനെയൊന്നുമല്ല. ലൈവിൽ വന്നിട്ട് വർത്തമാനം പറയുന്ന പോലെയല്ല. നമ്മൾ ഓരോ കണ്ടൻറ്റ് കൊണ്ടുവന്ന് അത് എടുക്കുന്നെങ്കിൽ ഒത്തിരി പാടാണ്. ഇവൻ്റെ കണ്ടൻറ്റ് നോക്കി നിൽക്കണം, അങ്ങനെ എടുക്കാനും ഒക്കെ. ഒരു കുക്കിംഗ് വീഡിയോ ആയാലും അതിന് ഒരുപാട് റിസ്ക് ഉണ്ട് കേട്ടോ. കുക്കിംഗ് വീഡിയോ നമ്മൾ 1-1.5-2 മണിക്കൂർ ചെയ്ത് ആ കുക്കിംഗ് 1.5 മണിക്കൂർ ചെയ്യുമ്പോഴാണ് നമ്മൾ 3 മിനിറ്റ് 4 മിനിറ്റത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ. ഒന്ന് വെട്ടിച്ചുരുക്കി ഇടുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ മാത്രമല്ല കേട്ടോ എന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും അല്ല. എന്നെപ്പോലെ ഒത്തിരി ചെറിയ ചാനലുകളുണ്ട്, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഓരോരോ അത്യാവശ്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് യൂട്യൂബ് തുടങ്ങി നാളെ കാശ് കഴിക്കാനോ വലിയ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഞാനിത് 3.5 വർഷമായി കേട്ടോ. എന്നിട്ടാണ് എനിക്കിപ്പോൾ 3.5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബ്. എന്തോരം കഷ്ടപ്പെട്ടു, എനിക്ക് ഒരാൾ ഹെൽപ്പില്ല, വീഡിയോ എടുക്കാനില്ല. മോനൊക്കെ ഇങ്ങനെ ആ സമയത്ത് വരുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. വീഡിയോ എടുക്കാനില്ല, എഡിറ്റിങ്ങിന് ആരുമില്ല. കുക്കിംഗ് വീഡിയോ ആയിരുന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ഒരു കൈ കൊണ്ട് സ്റ്റാൻഡൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്താണ് ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മാത്രമല്ല, എല്ലാവരും വീഡിയോ ചെയ്യുന്നത് ഈ പണിയുടെയും തിരക്കിൻ്റെയും ഇടയിൽ ഒക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എഡിറ്റിങ് ചെയ്യാനും തംബ്നെയിലിനൊക്കെ തന്നെ ഒരുപാട് സമയം പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ മാത്രമല്ല, എല്ലാവരുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.